അങ്ങനെ ഒരുപാട് റിലീസ് ഡേറ്റുകൾ മാറ്റിവെച്ചതിന് ശേഷം മലയാളത്തിന്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് നാളെ, അതായത് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്നത് സംബന്ധിച്ചാണ്. അതൊരു പ്രസക്തമായ ചോദ്യവും കൂടിയാണ്. കാരണം റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ ചെറിയ ചെറിയ ഹൈപ്പുകൾ ചിത്രത്തിന് മേൽ ഉയർന്നിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു 3D ചിത്രം മോഹൻലാലിന്റെ മാസ് പ്രതീക്ഷിക്കുന്ന ആരാധകർക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമല്ലേ. കാരണം ഡിസംബർ 20 റിലീസായ മാർക്കോ എന്ന ചിത്രവും ഡിസംബർ 19 റിലീസായ റൈഫിൾ ക്ലബ് എന്ന ചിത്രവും തിയേറ്ററുകളിൽ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്ന ചിത്രത്തിന് ടിക്കറ്റുകൾ പല സെന്ററുകളിലും കിട്ടാനില്ലാത്ത സാഹചര്യം കൂടിയാണ്. ഫാമിലി ഓഡിയൻസ് പ്രത്യേകിച്ച് മാർക്കോയ്ക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ പോലും യൂത്ത് കണ്ണും പൂട്ടി മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ റൈഫിൾ ക്ലബ്ബ് മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. മാർക്കോയുടെ കളക്ഷൻ ഇതുവരെയുള്ള നമ്മൾ എടുത്തു നോക്കിയാൽ 30 കോടി രൂപയാണ്. അതായത് വേൾഡ് വൈഡ് 30 കോടി രൂപയാണ് ആദ്യത്തെ വീക്കെൻഡിൽ മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് ഏകദേശം 10 കോടിയോളം രൂപയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ബറോസിന് എത്രമാത്രം സെന്ററുകൾ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ നമുക്കറിയാം സ്വാഭാവികമായും മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം, സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യുന്നൊരു ചിത്രം, ജിജോ തിരക്കഥ എഴുതുന്ന ചിത്രം, അങ്ങനെ ജിജോ പിന്നീട് പിന്മാറുക ചെയ്യുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ ഹൈപ്പിലാണ് ഈ ചിത്രത്തിന്റെ ആദ്യത്തെ അനൗൺസ്മെന്റ് വരുന്നത്. പൃഥ്വിരാജ് വരെ ഉണ്ടെന്നുള്ളൊരു അനൗൺസ്മെന്റ് നമുക്കറിയാം. പിന്നീട് പൃഥ്വിരാജ് മാറുകയും ചെയ്തു. എന്നാൽ പോലും ബറോസ് എന്ന ചിത്രത്തിനുള്ള ഹൈപ്പ് മാറിയിട്ടില്ല. മോഹൻലാൽ തന്നെ പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്തു. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്നുള്ള ഒരു കൗതുകം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ രീതിയിലല്ല പോകുന്നത്. പ്രത്യേകിച്ച് മാർക്കോയിൽ നിന്നും വലിയ കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാർക്കോയെ മാറ്റി അതിൽ ബറോസിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ആദ്യ ദിവസം സംഭവിക്കാവുന്ന സാധ്യതയാണ്. എന്നാൽ പോലും മാർക്കോയ്ക്ക് നിൽക്കുന്ന അഭിപ്രായങ്ങൾക്ക് മേലെ ബറോസിന് കയറാൻ സാധിച്ചാൽ മാത്രമേ പല സ്ക്രീനുകളും ആദ്യം എങ്ങനെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അത് ബറോസിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴായി അർദ്ധരാത്രിയും കടന്ന് എക്സ്ട്രാ ഷോകളാണ് മാർക്കോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും 40 കൊല്ലത്തിന് മേലെയായി മലയാള സിനിമയിൽ അടക്കി വാഴുന്ന താരരാജാവ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് എത്രമാത്രം സ്ക്രീനുകൾ കിട്ടുമെന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല പ്രധാനമായും ഈ സാധാരണയായി മോഹൻലാൽ ചിത്രങ്ങൾ കഴിഞ്ഞ സിനിമകളൊക്കെ പ്രത്യേകിച്ച് മരക്കാരൊക്കെ അർദ്ധരാത്രി 12 മണിക്ക് റിലീസ് ചെയ്യുകയും ഓഡിയൻ പോലുള്ള ചിത്രങ്ങൾ 4 മണിക്കുമൊക്കെ ഫാൻ ഷോ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും തനി വിപരീതമായിക്കൊണ്ട് തന്നെ ബറോസിന് അങ്ങനെ ഒരു ഫാൻ ഷോ ഇല്ല. 9 മണിയും 10 മണിക്കൊക്കെയാണ് പല സെന്ററുകളിലും ആദ്യ ഷോ പ്ലേസ് ചെയ്യുന്നത്. കുട്ടികളെ മാത്രം മുന്നം വെച്ചുകൊണ്ട് 3Dയിൽ ഒരുക്കപ്പെടുന്ന ഒരു ചിത്രം സ്വാഭാവികമായും കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ്. പക്ഷേ അത് സ്വീകരിക്കപ്പെടുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. ട്രെയിലർ റിലീസ് ആയതിനു ശേഷം സമ്മിശ്രമായ അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയിരുന്നത്. പ്രത്യേകിച്ച് കമന്റ് ബോക്സുകളായാലും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൊക്കെ എടുത്തു നോക്കിയാൽ പോലും കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളത് മാത്രമായി ട്രെയിലർ ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആരാധകർക്ക്, മാസ് പ്രതീക്ഷിക്കുന്ന ആരാധകർക്ക് അതൊരു നിരാശയായി മാറുമെന്നുള്ളത് ചിത്രത്തിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംശയങ്ങളായിരുന്നു. പക്ഷെ ട്രെയിലറിലൊക്കെ വരുമ്പോൾ ശേഷം അങ്ങനെ ഒരു മാസ് അപ്പീൽ ഈ ചിത്രം നൽകുന്നുണ്ടോ, ഒരു ഫാന്റസി ലോകത്തേക്ക് മാത്രമായി ചിത്രം ഒതുക്കപ്പെടുകയാണോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യ ദിവസത്തെ ആദ്യ ഷോ പ്രത്യേകിച്ച് കേരളത്തിൽ ഉടനീളം നല്ല ടിക്കറ്റ് റേറ്റും നല്ല ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തുടരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. കാരണം മാർക്കോയ്ക്കോ റൈഫിൾ ക്ലബിനോ ഇത്രയധികം മികച്ച പ്രതികരണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സ്ഥിതി വിപരീതമായി മാറിയത്. എങ്ങനെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറിയേനെ. ബറോസിന് എത്രമാത്രം സെന്ററുകൾ കിട്ടുമായിരുന്നു, അതുപോലെ മോഹൻലാലിന് തിരിച്ചു പിടിക്കാൻ സാധിച്ചേനെ. പക്ഷെ കാര്യങ്ങൾ വിപരീതമായി മാറുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ ഷോയുടെ ആദ്യത്തെ പ്രതികരണം അതീവ നിർണായകമായി മാറുകയും ചെയ്യുകയാണ്. വിദേശത്ത് നിന്നുള്ള താരങ്ങളെ കൊണ്ടുവരുന്നു, ഏറ്റവും ഹൈ പ്രൊഫഷണലായ ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ മോഹൻലാൽ എത്രയോ വർഷങ്ങളായി തന്നെ ഈ സിനിമയ്ക്ക് പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതവും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. എന്നാൽ ബറോസിന് വേണ്ടി മാത്രമായി പല ഷെഡ്യൂളുകൾ, ഇപ്പോൾ ഗോവ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്നായിക്കോട്ടെ ഉള്ള ഷെഡ്യൂളുകളൊക്കെ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ തന്നെ വൈറലായി മാറുന്നു. അങ്ങനെ ഒരു ചിത്രീകരണ വീഡിയോകൾ, ലാലേട്ടൻ സംവിധായക കുപ്പായം അണിയുമ്പോഴുള്ള വീഡിയോകളൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലായി മാറുന്ന ഒരു കാഴ്ച റിലീസിനോട് അടുക്കുമ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമായി മോഹൻലാൽ ആരാധകർക്ക് പറയാം. പക്ഷേ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച കുട്ടികൾ ബറോസിന്
കയറട്ടെ, മുതിർന്നവർ 18 വയസ്സിന് മുകളിൽ മാത്രം സിനിമ കാണാൻ പറ്റുന്ന, അതായത് മാർക്കോ എന്ന ചിത്രത്തിന് വേണ്ടി കയറട്ടെ എന്നുള്ളതും കൂടി അഭിപ്രായങ്ങൾ മാറുന്നുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ആ ഇൻഡസ്ട്രിയിൽ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഡൈവേഴ്സിറ്റി പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഒരു 18+ ചിത്രത്തിന് ഇത്രയധികം തിരക്ക്, അതായത് മാർക്കോ എന്ന ചിത്രത്തിന് ഇത്രയധികം തിരക്ക് വരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാന്റസി ചിത്രവും ഒരുക്കപ്പെടുന്നു. ഇത് രണ്ടും ഒരു ആഘോഷ സമയത്ത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കപ്പെടുക എന്നുള്ളൊരു വലിയ ചോദ്യവും കൂടിയുണ്ട്. നിധി കാക്കുന്ന ഭൂതം എന്ന ബറോസായി മോഹൻലാൽ എത്തുന്നു. ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കുട്ടിയുടെ കണ്ണിലൂടെയുള്ളൊരു ഭൂതമായിട്ട് മോഹൻലാൽ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ താരങ്ങളൊക്കെ തന്നെ വിദേശത്തു നിന്നുള്ളവരാണ്. മാത്രമല്ല ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രിവ്യൂ സ്ക്രീനിങ്ങിൽ നിന്നും മികച്ച അഭിപ്രായം ബറോസിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം പ്രേക്ഷകർ ബറോസിനെ സ്വീകരിക്കുക? ട്രെയിലറിനും അപ്പുറമായി ചിത്രത്തിന് കൃത്യമായി ഒരു കാര്യം കൺവേ ചെയ്യാൻ, പ്രേക്ഷകരുടെ ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എങ്ങനെയായിരിക്കാം പ്രേക്ഷകന് ഒരു പുതിയ ദൃശ്യവിസ്മയം ഒരുക്കുക തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് നാളെ മറുപടി പറയുകയാണ്. പക്ഷേ വിചാരിച്ചതുപോലുള്ള കളക്ഷൻ, വിചാരിച്ച തിയേറ്ററുകൾ ലഭിക്കാൻ ബറോസിന് സാധിക്കുമോ എന്നുള്ളത് ആദ്യ ഷോയ്ക്ക് ശേഷം നോക്കി കാണേണ്ടതാണ്.